ക്രിക്കറ്റ് ലോകത്ത് വരും ദിവസം അത്ഭുതങ്ങളൊന്നും സംഭവിച്ചില്ലെങ്കിൽ നടക്കാൻ പോകുന്നത് വലിയൊരു അട്ടിമറിയായിരിക്കും. മൈറ്റി ഓസീസിനെ അവരുടെ നാട്ടിൽ ചെന്ന് ഏതാണ്ട് കാൽ നൂറ്റാണ്ടിന് ശേഷം ടെസ്റ്റ് ക്രിക്കറ്റ് കളിക്കുന്ന ബംഗ്ലാദേശ് തകർക്കാനിരിക്കുകയാണ്. ഓസ്ട്രേലിയ മൂന്നാം ദിനം ഒരുവിധം ചെറുത്തു നിന്നെങ്കിലും നാലാം ദിനം എന്ത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. വർദ്ധിത വീര്യത്തോടെ പൊരുതുന്ന വന്ന ബംഗ്ലാ കടുവകൾ കങ്കാരുക്കളെ തോൽപ്പിച്ചാൽ ക്രിക്കറ്റ് ലോകത്ത് അതൊരു ചരിത്ര സംഭവമായിരിക്കും. ഏതാണ്ട് അവരുടെ സമീപകാലത്തെ ഏറ്റവും ശക്തമായ ടീമുമായി ഇറങ്ങിയ ഓസീസ് അവിടെ ഓസ്ട്രേലിയയിൽ അവരുടെ മണ്ണിൽ നാണം കെടാൻ പോവുകയാണ്. ബംഗ്ലാദേശ് അവരുടെ ക്രിക്കറ്റ് ചരിത്രത്തിലെ ഏറ്റവും മികച്ച വിജയത്തിന്റെ തൊട്ടരികിലാണ്. ഡാർവിനിൽ മൂന്നാം ദിനം ഓസ്ട്രേലിയ ബാറ്റിങ്ങിലും ബോളിങ്ങിലും മികച്ച പ്രകടനം കാഴ്ചവെച്ചുവെങ്കിലും ചരിത്രപരമായ ടെസ്റ്റ് വിജയത്തിലേക്കുള്ള മറ്റൊരു സുപ്രധാന ചുവടുവെപ്പിലേക്ക് ബംഗ്ലാദേശ് കുതിക്കുന്നതിനെ തടയാൻ അവർക്ക് അത് പര്യാപ്തമാകുമോ എന്നതാണ് നാലാം ദിനത്തിലേക്ക് കടക്കുമ്പോഴുള്ള പ്രധാനപ്പെട്ട ചോദ്യം. മൂന്നാം ദിനം കളി അവസാനിക്കുമ്പോൾ രണ്ടാം ഇന്നിംഗ്സിൽ ആതിഥേയർ 4 വിക്കറ്റിന് 161 റൺസ് എന്ന നിലയിലാണ്. അതായത് ഇപ്പോഴും അവർ 67 റൺസ് പിന്നിലാണ് നിസ്സാരം. കഴിഞ്ഞ 7 വർഷത്തിനിടെ ഓസ്ട്രേലിയ സന്ദർശിക്കുന്ന ഏതൊരു സന്ദർശക ടീമും ബാറ്റ് ചെയ്യുന്ന ഏറ്റവും ഉയർന്ന ഓവറുകളാണ് താരതമ്യേന ദുർബലരായ ബംഗ്ലാദേശ് കഴിഞ്ഞ ദിനങ്ങളിൽ ബാറ്റ് ചെയ്തത്. 138 ഓവറുകൾ. അതിനൊപ്പം അവർ 228 റൺസിന്റെ ഒന്നാം ഇന്നിംഗ്സ് ലീഡും നേടുകയുണ്ടായി. ഇതോടെയാണ് ഓസ്ട്രേലിയയുടെ നില പരുങ്ങില്ലായത്. മൂന്നാം ദിനം ജോഷ് ഹെയ്സിൽവുഡ് ഹസൻ മെഹ്മൂദിനെ LBWവിൽ കുരുക്കിയെങ്കിലും അപ്പോഴേക്കും ഓസീസിനെ ഒരു ഡീപ്പ് ട്രബിളിലേക്ക് എത്തിച്ചിരുന്നു മെഹ്മൂദ്. ഈ മത്സരത്തിൽ 92 പന്തുകൾ എറിഞ്ഞതിന് ശേഷം മാത്രമായിരുന്നു ലോകോത്തര പേസറായ സ്റ്റാർക്കിന് ഒരു വിക്കറ്റ് ലഭിക്കുന്നത്. ഓസ്ട്രേലിയയുടെ ആദ്യ ഇന്നിംഗ്സിൽ 6 വിക്കറ്റുകൾ വീഴ്ത്തിയ മെഹ്മൂദ് ബാറ്റിംഗിലും വിലമതിക്കാനാവാത്ത പങ്ക് വഹിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. 7ാം വിക്കറ്റിൽ മെഹദി ഹസൻ മിറാജിനൊപ്പം 46 റൺസാണ് അദ്ദേഹം കൂട്ടിച്ചേർത്തത്. ബംഗ്ലാദേശിന്റെ അവസാന 4 ബാറ്റർമാരും ചേർന്ന് 52.3 ഓവറിൽ നിന്ന് നേടിയത് 118 റൺസാണ്. അതായത് അവരുടെ വാലറ്റം ഇങ്ങനെ മികച്ച പ്രകടനം നടത്തുമെന്ന് ഒരിക്കലും ഓസ്ട്രേലിയ സ്വപ്നത്തിൽ പോലും കരുതിയിരിക്കില്ല. ബംഗ്ലാദേശ് വാലറ്റത്തിന്റെ ചെറുത്തുനിൽപ്പാണ് കമ്മിൻസിനും ടീമിനും പ്രധാന തലവേദനയായി മാറിയത്. അതോടെ ഒരു വിദേശ ടെസ്റ്റിൽ ആദ്യമായി അവരുടെ ലീഡ് 200 കടക്കുന്നു. മെഹദി ഹസൻ നേടിയ 65 റൺസായിരുന്നു ഇതിൽ ഏറ്റവും പ്രധാനമായത്, വാലറ്റത്തിലെ ഏറ്റവും പ്രധാന സംഭാവന. ഓസീസിനെതിരെ ഹേസിൽവുഡ് ടെസ്റ്റ് ക്രിക്കറ്റിലേക്കുള്ള തിരിച്ചുവരവിൽ 89 റൺസിന് 6 വിക്കറ്റ് വീഴ്ത്തി മികച്ച പ്രകടനം കാഴ്ചവെക്കുകയുണ്ടായി. മികച്ച ലീഡ് നേടിയ ബംഗ്ലാദേശ് ഓസ്ട്രേലിയക്ക് മേൽ നിരന്തരം സമ്മർദ്ദം ചെലുത്തുന്ന കാഴ്ചയാണ് പിന്നീടുള്ള ഇന്നിംഗ്സിൽ നമ്മൾ കണ്ടത്. ചായയ്ക്ക് മുമ്പ് ഹസൻ മെഹ്മൂദ് 2 ഓപ്പണർമാരെയും സമാനമായ രീതിയിൽ പുറത്താക്കുന്നു. 2ാം ഓവറിൽ ജെയ്ക്ക് വെദറാൾ ഡെക്കിന് പുറത്താകുന്നു. എവേ ഗോയിങ് പന്ത് അദ്ദേഹത്തിന്റെ സ്റ്റെമ്പിലേക്ക് എത്തുകയായിരുന്നു. ഒരു ഇൻസൈഡ് എഡ്ജ് ആയിരുന്നു അത്. 6ാം ഓവറിൽ ട്രാവിസ് ഹെഡ് മെഹ്മൂദിനെ 2 ഫോറുകൾക്ക് ശിക്ഷിച്ചെങ്കിലും അടുത്ത ഓവറിൽ ബോളറുടെ പന്തിൽ വീണ്ടും മറ്റൊരു ഇൻസൈഡ് എഡ്ജ് ആവുന്നു. ട്രാവിസ് ഹെഡും പുറത്താകുന്നു. പിന്നീട് ക്രീസിലെത്തിയ സ്റ്റീവ് സ്മിത്തും മാനസ് ലാബുഷേനും ചേർന്ന് 36 റൺസ് കൂട്ടിച്ചേർത്ത് രക്ഷാപ്രവർത്തനം നടത്താനായി തുനിഞ്ഞെങ്കിലും ലാബുഷേനിന്റെ വിക്കറ്റും നിർണായക സമയത്ത് പുറത്താകുന്നു. കഴിഞ്ഞ 3 വർഷമായി ടെസ്റ്റിൽ ഒരു സെഞ്ചുറി പോലും ഇല്ലാതെ തുടരുന്ന പ്രതിസന്ധിയിൽ നിന്നും കരകയറാൻ ലാബുഷേന് ഇക്കുറിയും കഴിഞ്ഞില്ല. തൈജുലിന്റെ പന്തിൽ അദ്ദേഹം ബോൾഡ് ആവുകയായിരുന്നു. അതിനുശേഷം സ്മിത്തും കാമറൂൺ ഗ്രീനും ചേർന്ന് 49 റൺസിന്റെ കൂട്ടുകെട്ടിലൂടെ കാര്യങ്ങൾ ഏതാണ്ട് സുസ്ഥിരമാക്കുന്നു എന്ന് തോന്നിയ ഘട്ടത്തിലാണ് ഒരു നിമിഷത്തെ ഏകാഗ്രത കുറവ് സ്മിത്തിന്റെ വിക്കറ്റ് നഷ്ടപ്പെടുത്തിയത്. ക്രീസിൽ വളരെ പിന്നിൽ നിന്നും പന്തെറിഞ്ഞ മെഹദി ഹസന്റെ പന്തിൽ ലളിതമായൊരു റിട്ടേൺ ക്യാച്ച് നൽകിയാണ് സ്മിത്ത് മടങ്ങിയത്. പിന്നീടുള്ള 15 ഓവറുകൾ ഗ്രീനും അലക്സ് ക്യാരിയും ചേർന്ന് കൂടുതൽ തിരിച്ചടികൾ ഉണ്ടാകില്ലെന്ന് ഉറപ്പുവരുത്തി ഈ 3ാം ദിവസത്തെ കളി അവസാനിപ്പിക്കുകയായിരുന്നു. ഈ ടെസ്റ്റിലെ സ്കോറുകൾ എന്ന് പറയുമ്പോൾ ഓസ്ട്രേലിയ ആദ്യ ഇന്നിംഗ്സിൽ 198 റൺസാണ് നേടിയത്. ബംഗ്ലാദേശ് ആവട്ടെ 426 റൺസാണ് നേടിയത്. ഓസ്ട്രേലിയ 161-ന് 4 എന്ന നിലയിലാണ് ഇപ്പോൾ 3ാം ഇന്നിംഗ്സിലുള്ളത്. സ്റ്റീവ് സ്മിത്ത് 44 റൺസ് നേടിയിരുന്നു. കാമറൂൺ ഗ്രീൻ 43 റൺസ് നേടി നോട്ടൌട്ടായി നിൽക്കുന്നതാണ് ഓസീസിന്റെ പ്രതീക്ഷ. ബംഗ്ലാദേശ് ആവട്ടെ 426 റൺസാണ് ആദ്യ ഇന്നിംഗ്സിൽ നേടിയത്. തൻസിദ് ഹസൻ തമീം 101 റൺസ് സെഞ്ചുറി നേടുകയുണ്ടായി. നജ്മുൽ ഹസൈൻ ഷാൻഡോ 84 റൺസും നേരത്തെ പറഞ്ഞതുപോലെ മെഹദി ഹസൻ മിറാജ് 65 റൺസും നേടുകയുണ്ടായി. ജോഷ് ഹെയ്സിൽവുഡ് 89 റൺസിന് 6 വിക്കറ്റ് നേടിയതാണ് ഓസീസിന്റെ എടുത്തു പറയാവുന്ന പ്രധാനപ്പെട്ട നേട്ടം. നേരത്തെ 198 റൺസിന് പുറത്തായപ്പോൾ ബംഗ്ലാദേശിനെതിരെ ടെസ്റ്റിൽ ഓസ്ട്രേലിയയുടെ ഏറ്റവും കുറഞ്ഞ 1ാം ഇന്നിംഗ്സ് സ്കോറായിരുന്നു അത്. 2017 മിർപൂരിൽ 217 റൺസിന് പുറത്തായതായിരുന്നു ഇതിനു മുമ്പത്തെ ഏറ്റവും കുറഞ്ഞ ഓസീസിന്റെ ഒരു ഇന്നിംഗ്സ് സ്കോർ. അതിനൊപ്പം ടെസ്റ്റ് ക്രിക്കറ്റിൽ ചരിത്ര നേട്ടം സ്വന്തമാക്കിയ ഓസ്ട്രേലിയൻ ഫാസ്റ്റ് ബോളർ മിച്ചൽ സ്റ്റാർക്കിന്റെ നേട്ടം മാത്രമാണ് ഓസീസിന് ഈ ടെസ്റ്റിൽ എടുത്തു പറയാവുന്ന മറ്റൊരു നേട്ടം. ടെസ്റ്റിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയ ഇടങ്കയ്യൻ ബോളർ എന്ന റെക്കോർഡാണ് സ്റ്റാർക്ക് സ്വന്തമാക്കിയത്.
സ്വന്തമാക്കിയത്. ബംഗ്ലാദേശിനെതിരായ ഒന്നാം ടെസ്റ്റിൽ ഷദ്മാൻ ഇസ്ലാമിനെ പുറത്താക്കിയാണ് സ്റ്റാർക്കിന്റെ ഈ നേട്ടമുണ്ടായത്. ടെസ്റ്റിൽ സ്റ്റാർക്കിന്റെ 434 വിക്കറ്റായിരുന്നു അത്. 433 വിക്കറ്റ് നേടിയ ശ്രീലങ്കൻ സ്പിന്നർ രംഗന ഹരാത്തിന്റെ റെക്കോർഡാണ് സ്റ്റാർക്ക് ആ സമയം മറികടന്നത്. ഇതോടെ സ്റ്റാർക്ക് വിക്കറ്റ് വേട്ടയിൽ കപിൽ ദേവിന്റെ ഒപ്പം എത്തുകയും ചെയ്തു. അപ്പോൾ ഇത് മാത്രമാണ് ഓസീസിന് അഭിമാനിക്കാവുന്ന ഈ ടെസ്റ്റിലെ പ്രധാനപ്പെട്ട നേട്ടം. അതിനൊപ്പം 4ാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ ഓസീസിന് ഒരു ചെറുത്തുനിൽപ്പ് അലക്സ് ക്യാരിക്കൊപ്പം അതുപോലെ തന്നെ മറ്റു ബാറ്റർമാർക്കൊപ്പം നടത്താൻ കഴിയുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ബംഗ്ലാദേശ് ആവട്ടെ, കടുവകളാകട്ടെ, കങ്കാരുക്കളെ മെരുക്കാൻ ഇരിക്കുകയാണ്. മറ്റൊരു നാഗ ഡാൻസ് അവിടെ ലോഡിംഗ് എന്ന തരത്തിലുള്ള ചർച്ചകളും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തുടങ്ങിക്കഴിഞ്ഞു.